പണ്ടൊക്കെ ചക്കക്കാലമായിട്ടുണ്ടെങ്കിൽ എന്തോരം വിഭവങ്ങളായിരുന്നു. ചക്കപ്പുഴുക്ക്, ചക്കട, ചക്കക്കുരു മാങ്ങയും. എന്റെ പൊന്നോ, ചക്കനെ പ്രാകാത്ത ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലില്ലായിരുന്നു. ഈ പ്രാവശ്യം ചെന്നത് ചക്ക സീസണിലല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചക്ക കിട്ടില്ല. പക്ഷെ ഞങ്ങളെയൊക്കെ സർപ്രൈസ് ആക്കിക്കൊണ്ട് ചക്ക ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മിച്ചുള്ള സമയത്ത് ഇടിയും മഴയൊന്നും വകവയ്ക്കാതെ ഉള്ള പ്ലാവേൽ മുഴുവൻ വലിഞ്ഞു കയറാനും അതിന്റെ ഒക്കെ കൂടെ പോയി എനിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. ഈ തോട്ടിയൊക്കെ കെട്ടി വലിച്ച് ചക്ക ഇടാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത ചക്കയുടെ ചക്കട ഇടാനാണ് അതിനെക്കാട്ടും എനിക്ക് ഇൻട്രസ്റ്റ്. അത് കിട്ടില്ല എന്നാ വിചാരിച്ചു. പക്ഷെ അവിടെ വൻ സർപ്രൈസ് ആണ് ആന്റി എനിക്ക് ഒരുക്കി വെച്ചത്. ചക്കടയും ഉണ്ടായിരുന്നു വീട്ടില്. ഞങ്ങളുടെ വീട്ടില് പണ്ട് രാവിലെ ചക്കട, ഉച്ചയ്ക്ക് ചോറിന് ചക്കക്കുരു മാങ്ങി, വൈകുന്നേരം നമ്മളുടെ ചക്കക്കുരു വറുത്ത് പിടിച്ചത്, നൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചക്കപ്പുഴുക്ക്. എന്റെ പൊന്നോ, എന്തൊരു അവസ്ഥയായിരുന്നു എന്നറിയാമോ അന്നൊക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇറങ്ങി ഓടാൻ തോന്നിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. പക്ഷെ ദുബായിൽ വന്നതിന് ശേഷം ഈ സെയിം കാലത്തെ ഓർത്ത് ഞാൻ നൊസ്റ്റു പറഞ്ഞിരിക്കും. കാരണം ഇവിടെ വന്ന് ഇതിന്റെ പ്രൈസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ അറ്റാക്ക് വരും. ഒരു ചോള ചക്കയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. ചക്കേനെ പ്രാഗി ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ ചക്ക കുറവാന്ന് അമ്മയൊക്കെ പറയുന്നത്. അമ്മിച്ച് ചക്ക ഇങ്ങനെ കുഴച്ച് മറിക്കുമ്പോൾ ഒരു സ്മെല്ല് വരും. അത് കേട്ട ഉടനെ പ്ലേറ്റും പിടിച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് ചക്കപ്പുഴുക്കും, ചിക്കൻ കറി ഉണ്ടെങ്കിൽ ചിക്കൻ കറി, അല്ലെങ്കിൽ നല്ല ചമ്മന്തി അരിച്ചു തരുമായിരുന്നു ഞങ്ങളുടെ അമ്മച്ചി. ഈ പ്രാവശ്യം ചക്കപ്പുഴുക്കിന്റെ കൂടെ നല്ല പന്നിക്കറി ആയിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇപ്പൊ ശ്രാവണിന്റെ കൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ പന്നിയിറച്ചിയാണ് ഞങ്ങളുടെ വീട്ടിലെ മുഖ്യ ഭക്ഷണം. കാരണം ഈ ശ്രാവണിന് പന്നിയിറച്ചി കാണുമ്പോൾ മറിയുന്ന ഒരു സ്വഭാവമുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ചക്ക സീസണിൽ വീട്ടിൽ പോയി ഒന്ന് ജീവിക്കണം. എന്നിട്ട് ആ പഴയ കാലത്തിലേക്ക്, ആ ചക്കയുടെ പ്രതാപകാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകണം. അതാണ് ഒരു മോഹം.